തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഞെട്ടലിലാണ് CPM. മറ്റൊന്നുമല്ല, പാർട്ടി കോട്ടകൾ ഒട്ടാകെ ഒലിച്ചുപോയി. അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ പരാജയം സംഭവിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ പോലെ ഒരിക്കലും പാർട്ടി തകരില്ല, പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെടില്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് 49,000 വോട്ടുകൾക്കൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി UDF പിന്തുണയോട് മത്സരിച്ച വിമതരൊക്കെ ജയിച്ചു കയറുകയാണ്. പയ്യന്നൂരൊക്കെ ഉറച്ച കോട്ടയാണ്. പയ്യന്നൂരിൽ ഒറ്റയ്ക്ക് പോരാടി ജയിച്ച കുഞ്ഞികൃഷ്ണനൊക്കെ പാർട്ടിയുടെ തകർച്ചയുടെ പ്രതീകമായി നിൽക്കുന്ന പശ്ചാത്തലമാണ്. ഇതിനിപ്പോൾ എങ്ങനെ എല്ലാ പരാജയങ്ങളും കഴിയുമ്പോൾ ഞങ്ങൾ ഇഴകീറി പരിശോധിക്കും എന്നുള്ള വിലയിരുത്തൽ അല്ല, അത്തരത്തിലുള്ള മറുപടിയാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. പാർട്ടി വോട്ടുകൾ UDFിലേക്ക് ഒഴുകി പ്രാദേശിക നേതാക്കൾ പോലും CPMനെ വോട്ട് ചെയ്തില്ല. തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ സ്ഥലങ്ങളിൽ വലിയ ഞെട്ടൽ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. ഉദുമയിലും തൃക്കരിപ്പൂരിലുമൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം. തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററിന്റെ തലതെറിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. 3 പാർട്ടികൾ മാത്രമാണ് ഇടതുമുന്നണിയിൽ ജയിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. MLA-മാരുള്ളത് 3 പാർട്ടികൾക്ക് മാത്രമാണ്. CPM-ഉം CPI-യും RJD-യും. കേരള കോൺഗ്രസ് എമ്മും SJD-യും NCP-യും കേരള കോൺഗ്രസ് B-യും INL-ഉം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. അതും വലിയ നാണക്കേടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ധർമ്മടത്ത് പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം പകുതിയിൽ താഴെയായി കുറഞ്ഞത് വലിയ നാണക്കേടായി മാറുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇതിപ്പോൾ എത്ര പറഞ്ഞാലും എന്തൊക്കെ ക്യാപ്സ്യൂളിൽ ഇറക്കിയാലും ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പരാജയം സംശയമില്ല. അതിന് പലവിധ കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം മുതൽ ഇങ്ങോട്ട് ഒരു കണക്കെടുത്താൽ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുന്ന മുഖ്യമന്ത്രിയെ വരെ ജനം തള്ളിക്കളയുകയാണ്. യഥാർത്ഥത്തിൽ CPM ഇതിനെ കാണുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമായാണോ അതോ പിണറായി വിരുദ്ധ വികാരമായാണോ? രണ്ടും ഉണ്ടാകും. കാരണം ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറത്തേക്ക് CPM-നോടും മുഖ്യമന്ത്രിയോടുമുള്ള കടുത്ത അതൃപ്തി, CPM-ന്റെ നേതൃത്വത്തിനോടും മുഖ്യമന്ത്രിയുടെ ശൈലിയോടും ഭരണത്തോടുമുള്ള കടുത്ത അതൃപ്തി ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് CPM-ന്റെ പ്രാഥമിക വിലയിരുത്തൽ.